സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യനും മിത്രയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് എവിടെ കിടക്കണ്ടേ എന്ന് ആര്യൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എവിടെ കിടന്നാലും മതി, സമാധാനം ഉണ്ടായാൽ മതി എന്ന് പറയും. ആര്യൻ എവിടെയാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അവിടെ കിടന്നോളാൻ പറയും. എനിക്ക് ഈ മുറിയിൽ നിന്ന് പോയാലോ സമാധാനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്നാൽ ഈ മുറിയിൽ നിന്ന് പൊക്കോ എന്ന് പറയും. പറയും ഞാൻ ഇനി ഈ മുറിയിൽ നിന്ന് ഇറങ്ങില്ല, അത് നിനക്കറിയാം, അതുകൊണ്ടല്ല നീ പറഞ്ഞെന്നൊക്കെ ചോദിക്കും. വഴക്കിടാണ്ട് എവിടെയെങ്കിലും കിടക്ക്, എനിക്ക് ഇത്തിരി സ്വസ്ഥത വേണമെന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിത്ര വേഗം ഒരു ബെഡ്ഷീറ്റും ഒരു തലനെയും വിരിച്ച് താഴത്ത് കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കിടക്കും. ആ സമയത്ത് തന്നെ ഇങ്ങനെ ആര്യൻ ആലോചിക്കുന്നുണ്ട്, ഭഗവാനെ എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്, എനിക്കതൊന്നും അറിയില്ലല്ലോ ഈശ്വര, ഞാൻ ആഗ്രഹിച്ചതല്ലല്ലോ ഇങ്ങനൊരു ജീവിതം. ഞാനിപ്പോൾ ഒരു ഭർത്താവായി, അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും ശത്രുവായിട്ട് തോന്നുന്ന ഒരുത്തിയെ വിവാഹം കഴിക്കേണ്ടി വന്നു, മരണം വരെ അവളെ കൂടെ ജീവിക്കേണ്ടേ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ആര്യനും കിടന്നു. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ മിത്ര എഴുന്നേറ്റ് ആര്യനെ വിളിക്കണോ വേണ്ടേ, വിളിച്ചില്ലെങ്കിൽ ഞാൻ അതാവോ എന്ന് ആലോചിച്ചിട്ട് എന്തായാലും വിളിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് തൊട്ട് വിളിക്കും. ആര്യം പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. എന്തടി എന്ന് ചോദിക്കും. ഓർക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചപ്പോൾ എഴുന്നേൽക്കാൻ പറഞ്ഞ് വിളിച്ചതെന്ന് പറയും. നീ എന്തിനാ എന്നെ വിളിക്കുന്നത്, നിന്നോട് ആര് പറഞ്ഞ്, എന്തിൻ്റെ പേരിലാണ് നീ എന്തിനാ എൻ്റെ ദേഹത്ത് തൊട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ തൊട്ടതാണ്, ഇനി അതിനൊരു വഴക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയും. വീണ്ടും ആര്യം പറയുന്നുണ്ട്, നീ മേലിൽ എൻ്റെ ശരീരത്തിൽ തൊടരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയും. എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മാത്രം ഉറങ്ങിയാൽ മതി, മറ്റുള്ളവർക്ക് ഉറങ്ങണ്ടായിരുന്നു, നീ ഉറങ്ങിയില്ലേന്ന് ചോദിക്കും. ഉറങ്ങും, ഭയങ്കര ഉറക്കമായിരുന്നു, അതെയോ ഭയങ്കര കൂർക്കമ്പലായിരുന്നു നിങ്ങൾക്കെന്ന് പറയും. എനിക്കോ, ഞാനൊന്നും കൂർക്കം വലിക്കില്ല, ആ കൂർക്കം വലിയൊരു പ്രത്യേകതയാണ്, അത് ഉറങ്ങണോ വലിക്കുന്നവർക്ക് അറിയില്ല, കേൾക്കണവർക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ തമ്മിൽ വഴക്കിട്ടിട്ടാണ് മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇതേസമയം തന്നെ നന്ദിതനെ കാണിക്കുന്നുണ്ട്. നന്ദിത, അതായത് മിത്രയുടെ അമ്മ ഇങ്ങനെ ജനൽ തുറന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കണം, മിത്രനെ നോക്കണം മുറിയിൽ, അവിടെ എങ്ങാനും കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒളിഞ്ഞു നോക്കുന്നത്. അലോക് കാണുന്നുണ്ട്. അലോക് ചെന്ന് വെല്ലിശനെ വിളിച്ചിട്ട് വരും. വെല്ലിശനെ കാണിച്ചു കൊടുക്കുക കാഴ്ച. അങ്ങനെ വെല്ലിശന് പെട്ടെന്ന് വിഷമാവുന്നുണ്ട്. പക്ഷെ വെല്ലിശൻ അലോക് ഉള്ളത് കൊണ്ട് തന്നെ നന്ദിതയെന്ന് വിളിക്കും ദേഷ്യപ്പെട്ടു. ഇപ്പോൾ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ നീ എന്തിനാ അങ്ങോട്ട് നോക്കണമെന്ന് ചോദിച്ചപ്പോൾ അത് ഒന്നുമില്ല എന്നറിഞ്ഞപ്പോൾ, നീ നിൻ്റെ മോളെ നോക്കിയതല്ലേ, എനിക്ക് മനസ്സിലായി, അത് വേണ്ട, മോളെ നോക്കണ്ട, അവൾ നമ്മുടെ മോളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ വലിയ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ അപ്പുറത്തെ വീട്ടുകാരും മിത്രയും അടക്കം എൻ്റെ ശത്രുക്കളാണ്, അതിൻ്റെ ഇടയിൽ വലിയ ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സും കൊണ്ട് വരരുതെന്നൊക്കെ പറയും. ആ സമയത്ത് അച്ഛമ്മയും വരും. അച്ഛമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ വലിയമ്മ അപ്പുറത്തേക്ക് ഒളിഞ്ഞു നോക്കണ്, ആ മിത്രനെ ഒളിഞ്ഞു നോക്കണ്, മിത്ര എൻ്റെ ശത്രു തന്നെയെന്ന് പറയും. മോനെ, അവൾ നിൻ്റെ ശത്രു ആയിരിക്കാം, പക്ഷേ ഇവൾ 10 മാസം ചുമന്ന് പ്രസവിച്ചതാണ് അവളെ, അതുകൊണ്ട് നിങ്ങൾ ആരവളെ മറക്കാൻ പറഞ്ഞാലും അവൾക്ക് പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല, പെറ്റ വയറുന്നത്, ഇവളുടെ പാല് കുടിച്ചാണ് അവൾ വളർന്നത് എന്നൊക്കെ പറയുമ്പോൾ നന്ദിത ഇങ്ങനെ പൊട്ടിക്കരയുണ്ട്. അതായത് അച്ഛനും വിഷമാവുന്നുണ്ട്. പക്ഷേ ചെറിയച്ഛനും അതുപോലെ തന്നെ അലോകും ചെറിയമ്മ ഓരോ വാശിക്ക് തന്നെയാണ് നിൽക്കുന്നത്, അവൾ അങ്ങനെ ശത്രുവാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, എനിക്കറിയാം നിൻ്റെ വിവാഹം മുടങ്ങിയതിൽ നിനക്ക് നല്ല ദേഷ്യം അവളോട് ഉണ്ടാവും, പക്ഷേ അവളോട് നീ ആ വൈരാഗ്യം കാണിക്കരുതെന്ന് പറയും. ആ സമയത്ത് തന്നെ അവർ പറയുന്നുണ്ട്, എന്തായാലും ഇനി ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോകും. പിന്നെ അച്ഛമ്മ പറയുന്നുണ്ട്, മോനെ അലോകെ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ അച്ഛമ്മ എന്ന് പറയുമ്പോൾ, എന്താ അച്ഛമ്മയെന്ന് ചോദിക്കും. അതെ, മിത്ര ആര്യൻ്റെ ഭാര്യയായാലും എനിക്ക് ഒടുക്കത്തെ സന്തോഷം ഉണ്ടാകുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞ അച്ഛമ്മ നന്ദിതനെ വിളിച്ചപ്പോൾ, ആ മോളെ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കണം നമ്മുടെ അലോക്. ഈ അച്ഛമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ആലോചിച്ചിട്ട്. പിന്നെ വീണ്ടും കൃഷ്ണമംഗലം തന്നെ കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ മിത്ര നല്ല സുന്ദരിയൊക്കെ ആയി ഒരുങ്ങി പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ കോലമൊക്കെ വരയ്ക്കുന്നുണ്ട്. മീനാക്ഷി കോലം വരയ്ക്കുന്നത് നോക്കി നിൽക്കും. ആ സമയത്ത് മിത്ര പെട്ടെന്ന് തന്നെ അവിടേക്ക് നോക്കുന്നുണ്ട്, കൃഷ്ണമംഗലത്തേക്ക് നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. പക്ഷേ നമ്മുടെ അച്ഛൻ, അതായത് മിത്രയുടെ അച്ഛൻ ഒളിഞ്ഞ് നോക്കി ജനൽ തുറന്നു കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദിത നോക്കിയ ഭാഗത്തു നിന്ന് മോളെ നോക്കി കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അതൊന്നും നമ്മുടെ മിത്ര കാണുന്നുണ്ടാവില്ല. അങ്ങനെ മീനാക്ഷി വന്നിട്ട് പറയും, എന്താ മിത്രേ സുഖമായിട്ട് ഉറങ്ങിയെന്നൊക്കെ ചോദിക്കും. ഇന്നെന്താ വിശേഷം എന്നൊക്കെ ചോദിക്കും. പറയും, ചേച്ചി ഞാൻ കോളേജിലേക്ക് പോയാലോന്ന് ആലോചിക്കുന്നത് ചേച്ചി, എനിക്ക് കോളേജിൽ പോകണം, എനിക്ക് പഠിക്കണം, ഒരു ജോലി മേടിക്കണം, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ജീവിതമാണ് എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്ന് കിടക്കുന്നത്, ഞാൻ ആഗ്രഹിക്കാത്തതും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നിലയിൽ എനിക്ക് എത്തണം എന്നപ്പോൾ നല്ല തീരുമാനമാണ് മോളെ, നീ എന്തായാലും മറ്റുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട, നല്ല പ്രതീക്ഷിക്കാത്ത ജീവിതം, അതൊക്കെ ശരിയാവും. പിന്നെ പഠിക്കാൻ്റെ കാര്യത്തിൽ എന്ത് സഹായം വേണമെങ്കിലും ഈ ചേച്ചി ചെയ്തരാന്ന് പറയുമ്പോൾ ചേച്ചിയുടെ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് സമാധാനം എന്ന് പറയും. എന്നാൽ ശരി മോളെ, ചേച്ചി അടുക്കളയ്ക്ക് പോട്ടെ എന്ന് പറയും.
അപ്പം ശരിക്കും രാജശ്രീ അപ്പുറത്ത് നിന്നായിട്ട് ചെടി നനയ്ക്കുണ്ടാവും. അപ്പം രാജശ്രീ രതിക്ക് നമ്മുടെ മിത്ര ഓടിച്ചെല്ലും ചെറിയമ്മയെന്ന് വിളിക്കുമ്പോൾ ചെറിയമ്മ പൊടി എന്ന് പറഞ്ഞായിട്ട് ഒരാട്ടണത്. അതിന് ശേഷം നമ്മുടെ ചെറിയമ്മ പൈപ്പൊക്കെ വലിച്ചെറിഞ്ഞായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് മിത്ര കരഞ്ഞിങ്ങനെ നിൽക്കും. ഇതൊക്കെ നമ്മുടെ ആനന്ദവർമ്മ കാണുന്നുണ്ടാവും അവിടെ നിന്നിട്ട്. അങ്ങനെ മിത്ര അകത്തേക്ക് പോകും. അങ്ങനെ ആനന്ദവർമ്മ ഒളിഞ്ഞു നോക്കുന്നത് ശരിക്കും നമ്മുടെ നന്ദിതയും കാണും. അപ്പോൾ നന്ദിത പിന്നാലെ ചെന്ന് ചോദിക്കും, നമ്മുടെ മോളെ നോക്കുകയാണ് അല്ലേ നിങ്ങളെന്ന് ചോദിക്കും. ഞാൻ മോളെ ഒന്നും നോക്കിയതൊന്നുമല്ല, ഞാൻ നമ്മുടെ ആ ജനൽ പഴയത് അതൊന്നും മാറ്റാറായി എന്നൊക്കെ പറയും. നിങ്ങൾ മോളെ നോക്കിയാണെന്ന് സമ്മതിക്ക്, എനിക്കറിയാം നിങ്ങൾക്കും അവളെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അത് കേട്ടുകൊണ്ടായിരിക്കും നമ്മുടെ ഇളയ അനിയൻ വരുന്നുണ്ടാവും. അനിയനും അതുപോലെ തന്നെ അലോകും വരും. ഒരു കാര്യം പറഞ്ഞേക്കാം, സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ പാടില്ല എന്ന് പറയും. അപ്പോൾ തന്നെ അവരെല്ലാവരും കൂടെ സമ്മതിക്കും. അതേ നന്ദിത മാത്രം വിഷമത്തിലിരിക്കും. ഞാൻ കേസ് കൊടുക്കാൻ പോണ് അവൻ്റെ പേരിൽ നിന്ന് അറിയും, ആര്യൻ്റെ പേരിൽ നിന്ന്. അലോക് പറയും എന്തിനെന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ അമ്മ മിത്രയുടെ അമ്മ ചോദിക്കും എന്തിനെന്ന് ചോദിക്കും. അതെ നമ്മുടെ സ്വർണ്ണവും പണമൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഇനി വേണോ, അത് അവളെല്ലാം എടുത്തത്, അവൾക്കുള്ളതല്ല, അവൾക്ക് കൊണ്ടോട്ടെ എന്ന് പറയും. അപ്പം അച്ഛൻ പറയുന്നുണ്ട് കേസ് കൊടുക്കാനൊക്കെ പറ്റും, നമുക്ക് വക്കീലുമായിട്ട് സംസാരിക്കുക. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരോടായിട്ട്. ഇവിടെ എന്ത് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി അറിഞ്ഞിട്ടായിരിക്കണം, ആരും ഒന്നും പ്രത്യേകിച്ച് ചെയ്യരുതെന്ന് പറയും. അതായത് ആര്യനെങ്കിൽ ആലോക രഹസ്യമായി എന്തെങ്കിലും ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ബാക്കിന് വല്ല വിലയുണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കണം എന്ന് പറയുമ്പോൾ അവരെല്ലാവരും സമ്മതിക്കും. പിന്നീട് കൃഷ്ണമംഗലത്താരിനെ കാണിക്കുന്നത് എന്തായാലും എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. വീണ്ടും മിത്ര കോളേജിലേക്കൊക്കെ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. ആര്യനും തയ്യാറായി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് രാജശ്രീ മിത്രനെ ഇങ്ങനെ ആട്ടിയ വിഷമം കൊണ്ട് മിത്ര കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് വന്ന് കണ്ണാടിയുടെ മുന്നിൽ നോക്കി കഴിഞ്ഞിട്ട് കരയായിരിക്കുള്ളൂ. ആ സമയത്ത് ആര്യൻ വരുന്നുണ്ട്. ആര്യൻ വരുമ്പോൾ നമ്മുടെ മിത്ര കരയിനെ കാണുമ്പോൾ ആര്യന് ചെറിയൊരു വിഷമമൊക്കെ ആവുന്നുണ്ട്. ആര്യൻ എന്തായാലും മിത്രനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. രണ്ടുപേരും കൂടെ സംസാരിച്ച് എന്തിനാ നീ കരയണേ, നിനക്ക് ഇവിടെ എന്താ പ്രശ്നം, നീ എൻ്റെ ജീവിതമല്ലേ നീ കാരണം തീർന്നേന്നൊക്കെ ചോദിക്കും. ആര്യ പെട്ടെന്ന് ഒരു ആവശ്യമില്ലാണ്ട് മിത്രയുടെ അടുത്തേക്ക് വഴക്കിന് ചെല്ലണം. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, ആര്യ ഞാൻ ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നു, ഞാൻ ഒട്ടും പറഞ്ഞതല്ല എന്നെ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരാനും കല്യാണം കഴിക്കാനും വേണ്ടിയിട്ട്. അത് ഞാൻ വീണ്ടും പറയുന്നു, ഗുരുവായൂർ അമ്പലത്തിലോ കുളത്തിലോ മുറിയിലോ അവസാനിക്കേണ്ട ജീവിതം ഞാൻ പ്രതീക്ഷിക്കാണ്ട് ഇവിടേക്ക് എത്തിച്ച് അതിൽ നിങ്ങളാണ് അതിൽ ഉത്തരവാദി. അതുകൊണ്ട് എന്നായിട്ട് വഴക്കുണ്ടാക്കാണ്ട് പോകാൻ ഞാൻ ആകെ സമനില തെറ്റി നിൽക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ ആര്യൻ മിത്രനെ നോക്കി നിൽക്കുന്നതോടെ അന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.